ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനൽ മുമ്പ് നമ്മൾ ആമസോണിൽ പേ ലെറ്റർ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തന്നെ ഈ ആമസോൺ പേ ലെറ്റർ വഴി, അതായത് EMI ആയിട്ട് നമുക്ക് ഒരു മൊബൈൽ ഫോൺ എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പല ആളുകൾക്കും ഡൗട്ടാണ് EMI ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള പല ആളുകൾക്കുള്ള ഡൗട്ട്സാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആമസോൺ പേ ലെറ്റർ വഴി വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. അത് മൊബൈലാവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ഏതെങ്കിലും ഫർണിച്ചർ ആകട്ടെ, എന്ത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മന്ത്ലി നമ്മൾ ആമസോൺ പേ ലെറ്റർ വഴി വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ അതായത് പേയ്മെൻറ്റ് എങ്ങനെ ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായിട്ടാണ് നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്തു കൊടുക്കേണ്ടത്. 1 to 5 ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ആമസോണിൽ EMI ആയിട്ട് വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളിലെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാം എന്നാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് മൊത്തത്തിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആമസോൺ വഴി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ആയിട്ടും നോ കോസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. കോസ്റ്റ് ആയിട്ടെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഉള്ളതുമാണ്. നോ കോസ്റ്റ് പറഞ്ഞത് ഇൻട്രസ്റ്റ് വരാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകളും പർച്ചേസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഉള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എമൗണ്ട് EMI അടിച്ച് കഴിയുമ്പോഴത്തേന് ഇൻക്രീസ് ആകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആമസോൺ പേ ലെറ്റർ വഴി നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ ഇതിനെ മന്ത്ലി ആയി വരുന്ന EMI അടക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ജസ്റ്റ് ലൈക്കും കൂടിയും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റ ID നൽകുന്നുണ്ട്. മെസ്സേജ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ കമൻറ്റ് സെക്ഷനിലും മെസ്സേജ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ റിപ്ലൈ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കിട്ടുക ഇൻസ്റ്റയിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റ മെസ്സേജ് ചെയ്യാൻ വന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ് പറയുന്നത് 100 ലൈക്കാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഗൈസ്, നിങ്ങളുടെ മൊബൈലിൽ ആമസോൺ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് മെയിൻ ഇൻ്റർഫേസിൽ തന്നെ ആമസോൺ പേ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ആമസോൺ പേയുടെ ഈ ഒരു പേരിലോട്ട് നിങ്ങൾ വരുന്നതായിരിക്കും. മുകളിൽ തന്നെ ആമസോൺ പേ UPI, ആമസോൺ പേ ബാലൻസ്, ആമസോൺ പേ ലേറ്റർ അങ്ങനെ തുടങ്ങി 3 ബാലൻസ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ആമസോൺ പേ ലേറ്റർ എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആമസോൺ പേ ബാലൻസിൽ 71 രൂപയും അതുപോലെ തന്നെ ആമസോൺ പേ ലേറ്ററിൽ 24 സംതിങ് രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് 25,000 രൂപയാണ് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് വന്നിട്ടുള്ളത്. അതിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് 24,000 സംതിങ് ആണ്. ഞാൻ യൂട്ടിലൈസ്ഡ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് വരുന്നത് 132 രൂപയാണ്. എനിക്കിപ്പം ഈ ഒരു 5-ാം തീയതിക്കുള്ളിൽ ഈ 132 രൂപ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ റീപേയ്മെൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മേക്ക് റീപേയ്മെൻറ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലോട്ട് നിങ്ങൾ വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കറൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഒന്നുമില്ല. കാരണം ഇപ്പോൾ ഡേറ്റ് 1 to 5-ാം തീയതിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടാണ്, ആ ഡേറ്റ് വരുന്നതിന് മുമ്പ് തന്നെയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പേജിലോട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ടൈം, അതായത് എല്ലാ മാസവും 1 to 5-ാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പേ കറൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന ഭാഗത്തേക്ക് ഈ ഒരു ക്യാഷ് ഷിഫ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആമസോൺ പേ UPI ഉണ്ട്, പിന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, അതർ UPI ആപ്സ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം അതുമായി നിങ്ങൾക്ക് ഇതിൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആമസോൺ പേ UPI കൊടുത്ത സമയത്ത് കുറച്ച് ചെറിയായിട്ടൊരു ഇഷ്യൂ കാരണം ഞാൻ ആമസോൺ പേയുടെ ആമസോണിൽ തന്നെ അതർ ആപ്സ് എന്ന് കാണാൻ സാധിക്കും, അതർ UPI ആപ്സ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് നിങ്ങളുടെ ഗൂഗിൾ പേ ഉണ്ടെങ്കിലും ഫോൺ പേ ആണെങ്കിലും Paytm ആണെന്നുണ്ടെങ്കിലും ഗൂഗിൾ പേയുടെ UPI നമ്പർ അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തായിട്ട് ഒരു ഗ്രീനിൽ വെരിഫൈഡ് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക്
നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു റിക്വസ്റ്റ് വരുന്നതായിരിക്കും. ജസ്റ്റ് ആ റിക്വസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ UPI പിൻ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ UPI പിൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേയ്മെൻറ്റ് ഡെബിറ്റ് ആകുന്നതായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്. സോ ഇനി കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ റീസെൻറ്റിലോട്ട് വരിക. റീസെൻറ്റ് വന്നതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സോ നമ്മുടെ ആ ഒരു പേയ്മെൻറ്റ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റീപേയ്മെൻറ്റ് ഓഫ് 132.13 റിസീവ്ഡ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പേയ്മെൻറ്റ് ആമസോൺ പേ ലെറ്റർ വഴി നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ EMI നമ്മൾ ഇതുപോലെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ അപ്രൂവ്ഡ് ക്രെഡിറ്റ് 25,000 ആണ്. സോ ഇനി നമുക്ക് അവൈലബിൾ ഉള്ള ക്രെഡിറ്റ് എന്ന് പറയുന്നതും 25,000 രൂപയാണ്. കാരണം നമ്മൾ യൂസ്ലൈസിൽ ചെയ്തിരുന്ന ക്രെഡിറ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ റീപേയ്മെൻറ്റ് ഹിസ്റ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് കാണാൻ സാധിക്കില്ല. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മൾ റീപേയ്മെൻറ്റ് ഹിസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് അത് വന്നോളും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പം നമുക്ക് അവൈലബിൾ ക്രെഡിറ്റും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ അപ്രൂവ്ഡ് ക്രെഡിറ്റും 25,000 രൂപയായി വന്നിട്ടുണ്ട്. സോ ഇതുപോലെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണ് ആമസോൺ പേ ലെറ്റർ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ EMI എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ള അറിയാത്ത പല ആളുകളുണ്ട്. സോ അവർക്കെല്ലാവർക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലുള്ള യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് 100 ലൈക്സ് നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റ വഴി മെസ്സേജ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.